ഫ്രണ്ട്സ്, നമ്മളിന്ന് കരിമീൻ പിടിക്കാൻ പോട്ടെ. സാധാരണ നമ്മൾ ചൂണ്ടിട്ട് വലയിട്ടേക്കില്ല കരിമീൻ പിടിക്കാം. ഇത് നമ്മൾ വൃശ്ചിക മാസമായി കഴിഞ്ഞാൽ വൃശ്ചിക വേല ഏറ്റത്തിന് കനോലിക്കാനേലേക്ക് ഉപ്പ് കയറി വരും. ഉപ്പ് വെള്ളം ചെറുതായിട്ട് കയറി വരുന്ന സമയത്ത് നല്ല തെളിച്ചരിക്കും വെള്ളം. ആ സമയത്ത് നമ്മൾ ഇതുപോലെ ഒരു കുന്തം ഉപയോഗിച്ചിട്ട് കരിമീനെ കുത്തിപ്പിടിക്കുക ചെയ്യുക. നല്ല തെളിച്ചരിക്കും. അപ്പോൾ നമ്മൾ കരിമീൻ കുത്തിപ്പിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു ഉള്ളിയാണ് കേട്ടോ. ഇത് ഉരുക്കൊണ്ട് നമ്മൾ ആലയിൽ പണിതുണ്ടാക്കിക്കുന്നതാണ്. ഊത്തുളിക്കൊക്കെ നമ്മൾ പണിയുന്ന പോലത്തെ ഉള്ളിയാണ്. ഇടയ്ക്ക് വലിയ മീനുകളെ കിട്ടും. ഈ ചെമ്പല്ലി, വാള, വലിയ റൂഹ് അങ്ങനെയുള്ള മീനുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതോടെ കുത്തിക്കഴിഞ്ഞാൽ പിന്നെ പോവില്ല. അത്യാവശ്യം മോനുണ്ട്. നല്ല കാച്ചിലായിട്ടുള്ള ഉള്ളിയാണത്. നല്ല വെയിലുള്ള ടൈമിൽ മാത്രമേ കൂടുതൽ കിട്ടുള്ളൂ. കാരണം മുകളിൽ നിന്ന് വെയിലടിക്കുന്നതിനനുസരിച്ച് പുഴയുടെ രണ്ട് കരയും ഇറങ്ങി നടന്ന് നോക്കിയാൽ കരിമീനെ കിട്ടുള്ളൂ. അപ്പോൾ ഈ വെയിൽ മാറുന്നതനുസരിച്ച് നമുക്ക് രണ്ട് കരയും മാറി നോക്കണം. നോക്കിക്കഴിഞ്ഞാൽ വെയിലടിക്കുമ്പോൾ കറക്റ്റ് കരിമീൻ വരുന്നതൊക്കെ കാണാൻ പറ്റും. ഏത് മീൻ വന്നാലും നമുക്ക് അകലെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു ശരിക്കൊരു 10 അടി നീളമുണ്ട് കേട്ടോ. ഈ കുന്തത്തിന് 10-12 അടി നീളെങ്കിലും ഉണ്ടാവും. എന്നാലേ നമുക്ക് കരയ്ക്കുന്ന് ഇത്തിരി അകലൊക്കെ മാറി നിൽക്കണ മീനെയും കുത്തി പിടിക്കാൻ പറ്റുള്ളൂ. ഇത് ശരിക്കും നമ്മൾ പച്ചമുള രണ്ടായിട്ട് ചീന്തിയിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കും. നല്ല മൂർച്ചുള്ള എന്തെങ്കിലും ആയുധം കൊണ്ട് ഉരുട്ടിയെടുത്തതിന് ശേഷം കശുവണ്ടിയുടെ നെയ്യ് ഇത് പരട്ടിയിട്ട് ഉണക്കാൻ വയ്ക്കും. അതിന് ശേഷം ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഉച്ചകുത്തി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കേടായി പോകും. ഇതിപ്പോൾ നമുക്ക് 2-3 കൊല്ലം വരെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ എൻ്റെ 2-3 കൊല്ലമായിട്ടുള്ള കുന്താണ്. ഇതിന് പിന്നെ നമ്മൾ ഈ അറ്റം തൊട്ട് ഈ തുമ്പ് വരെ 6 ചിരട് ചുറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ വലിയ മീനെ കുത്തിയിട്ട് കുന്തം ഒടിയണമെങ്കിൽ നമുക്ക് ആ ചിരടുമ്മൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് മീൻ കുത്തുകൊണ്ടതിന് ശേഷം ഈ ചിരടുമ്മലായിരിക്കും എടുക്കുക. ഇതുപോലെ ടൈറ്റ് ചെയ്ത് വയ്ക്കും. മീൻ കുത്ത് കൊണ്ട് കഴിഞ്ഞാൽ ഇത് ഊരിപ്പോരണം. ഊരിയിട്ട് ഇതുമ്മലായിരിക്കും മീൻ എടുക്കുക. അപ്പോൾ നമ്മൾ എന്തായാലും ഇറങ്ങാം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ഇവിടെ ഒന്ന് കയറിയിട്ട് അതിൽ നടന്നു നോക്കാം. ആ സൈഡിൽ നിന്ന് കരിമീൻ കൂടുതലുണ്ടാവാറ്. ഓക്കെ, കിട്ടി ഫ്രണ്ട്സ്. ഫ്രണ്ട്സൊക്കെ എടുത്ത കരിമീൻ കിട്ടി. കയറിപ്പോയി, അവരായിട്ട് കയറിപ്പോയിട്ടോ. ഫ്രണ്ട്സ്, നമുക്ക് ഇവിടെ നിന്ന് ഒരെണ്ണം കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ഇനി നെക്സ്റ്റ് നോക്കാം. അക്കരെ ഒന്ന് പോയി നോക്കാം. ഇവിടെ ഒരു കടവുണ്ട്. കടവിൻ്റെ അവിടെ കൂടി നോക്കി നോക്കാം. ഫ്രണ്ട്സ്, നമ്മൾ ചൂളം വിളിച്ച് വെറുതെ കരിമീനെ കുത്തി പിടിക്കാൻ പോകട്ടാ. അത് നമുക്കൊന്ന് ഇണക്കി കൊടുക്കാം. കരിമീൻ എന്തായാലും വരും. യെസ് ബ്രോ, യെസ്, കരിമീൻ കിട്ടിയിട്ടാ. അടിപ്പ സാധനം കിട്ടി. അതുപോലെ കുത്തി പിടിച്ച് കണ്ടിട്ടുണ്ട്. കറക്റ്റ് കയറിയിട്ടാ. കരിമീൻ കിട്ടിയിട്ടാ. കുത്തി പിടിച്ച അവിടെ മരക്കൊമ്പിൻ്റെ ഇടയിലൊന്ന് നോക്കി നോക്കാം. ഇവിടെ കരിമീൻ ഉണ്ടാവാറുണ്ട്.
ഓക്കെ കിട്ടില്ല ഫ്രണ്ട്സ്. നമുക്ക് പറഞ്ഞ ഊരിപ്പോയി ഫ്രണ്ട്സ്, ഊരിപ്പോയി. ശേ, കുത്തുകൊണ്ടായിരുന്നു, ഊരിപ്പോയി. ഇവിടെ അടുത്തൊരു കാടിൻ്റെ ഉള്ളിൽ നോക്കിയോ, അതിൻ്റെ ഉള്ളിൽ കരിമീനുകളെ കാണാറുണ്ട്. കരിമീനുണ്ട് ഫ്രണ്ട്സ് ഒരുപാട്. കിട്ടി ഫ്രണ്ട്സ്, അതിനോട് കിട്ടി. കാടിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞാൽ കിട്ടി. കാടിൻ്റെ ഉള്ളിലെ കരിമീൻ എന്നാണ്ടാ കുത്തുകൊണ്ടുണ്ട് കറക്റ്റ്. ഫ്രണ്ട്സ്, നമുക്ക് കാടിൻ്റെ ഉള്ളിൽ നിന്നൊരു കരിമീൻ കൂടി കിട്ടിയില്ല. ഇനിയും ഉണ്ടാവും, കൂട്ടണം വന്നിരുന്ന്. കിട്ടിയില്ല. അടിക്കഷ്ണം കിട്ടി, ചെതമ്പലും കിട്ടി. ചെതമ്പല് കിട്ടി ഫ്രണ്ട്സ്, പോയി. ഫ്രണ്ട്സ്, നമുക്ക് അടുത്തൊരു കരിമീൻ കൂടി കിട്ടിയിട്ടുണ്ട്. അടിപൊളിയൊരു കരിമീൻ കിട്ടിയിട്ടുണ്ട്. സാധാരണ നമുക്ക് കരിമീൻ ഓർഡർ അനുസരിച്ച് 2 കിലോ വരെയൊക്കെ കുത്തിപ്പിടിക്കാറുണ്ട്. ഇതിപ്പോൾ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ജസ്റ്റ് 4 എണ്ണം പിടിച്ചതാണ്. 4 എണ്ണം കിട്ടിയതിൽ 1 എണ്ണം പരുന്തെടുത്തുകൊണ്ട് പോയി. അപ്പോൾ ബാക്കി 3 എണ്ണം ഉണ്ട്. ഞാനെന്തായാലും കാണിച്ചു തരാം മീനെ. ഈ സൈഡിൽ നമുക്കൊരു 3 എണ്ണം ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ, 3 എണ്ണം.